നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, പൊറത്തുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്തറയ്ക്കൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ പൊതുയോഗം ടൗൺ മണ്ഡലം പ്രസിഡന്റ് CS അബ്ദുൽ ഹക്ക് ഉദ്ഘാടനം ചെയ്തു. പൊറത്തുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PK ഭാസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രവീൺ ഞാറ്റുവെട്ടി, മിനി ജോസ് ചാക്കോള, മുനിസിപ്പൽ കൗൺസിലർമാരായ ജോസഫ് ചാക്കോ, പ്രേമ പാറയിൽ, ബിന്ദു വിനയൻ, സുരഭി വിനോദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി ബിജു പോൾ അക്കരക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സിജു യോഹന്നാൻ സ്വാഗതവും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ നന്ദിയും പറഞ്ഞു. പെട്രോളിനും ഗ്യാസിനും വില വർദ്ധിച്ചപ്പോൾ ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരുപാട് പേർ കഞ്ഞിയും പയറും വെച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു. ഇന്നവരൊന്നും കാണുന്നില്ല. ഇന്നവരൊക്കെ KSRTCയിൽ സൗദി യാത്രയ്ക്ക് വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി മനസ്സിലാക്കാം. കണ്ട കാലമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ അവർക്ക് 3 MLA-മാരുണ്ട്. സഭയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കുറഞ്ഞപക്ഷം അവരുടെ 3 MLA-മാർക്കെങ്കിലും അറിയാം. അധികാരത്തിലേറിയിട്ടില്ല എന്നുള്ള ഒരു സർക്കാർ, സത്യപ്രതിജ്ഞ പോലും കഴിഞ്ഞിട്ടുള്ള ഒരു സർക്കാരിന്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. ഒരു നാണവുമില്ലാതെ KSRTC ബസ്സിന് ഒരു ടിക്കറ്റ് കൊടുക്കാതെ യാത്ര ചെയ്യുകയാണ്. ഇന്ന് പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകർ അവർ ടിക്കറ്റ് എടുക്കാത്തതിന്റെ കാശ് കൂടി കൊടുത്ത് ഇന്ന് അവർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ നാണമില്ലാത്ത സമരങ്ങൾ ചെയ്യുകയല്ലാതെ ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ടുള്ള ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചതിനെതിരെ ഒരു സമരം പോലും ചെയ്യാൻ ഈ മഹിളാ മോർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിന് സമീപത്തെ പറമ്പുകളിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി. മുനിസിപ്പൽ അധികൃതർ നടത്തിയ ഇടപെടലിൽ കലുങ്ക് മണ്ണിട്ട് മൂടിയ സ്വകാര്യ വ്യക്തിയെ കൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്ത് വെള്ളമൊഴുക്ക് സുഗമമാക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനോട് ചേർന്നുള്ള കലുങ്കിൽ കോൺക്രീറ്റ് സ്ലാബിട്ട് അതിനു മുകളിൽ മണ്ണിട്ടതോടെ റോഡിന്റെ തെക്കുവശത്തേക്ക് വെള്ളം ഒഴുകിപ്പോകാതെ സമീപ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കടക്കം മലിനജലം കയറുന്ന സ്ഥിതിവിശേഷമുണ്ടായി. LDF കൗൺസിലർമാർ സ്ഥലം സന്ദർശിച്ച് പ്രതിഷേധിച്ചിരുന്നു. നഗരസഭാ അധികൃതർ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും സ്ഥലമുടമ മണ്ണ് നീക്കം ചെയ്യാത്ത സാഹചര്യത്തിൽ മുനിസിപ്പൽ ചെയർമാൻ അടക്കം നടത്തിയ ഇടപെടലിലാണ് സ്ഥലമുടമ തന്നെ സ്ലാബ് പൊളിച്ച് മണ്ണ് നീക്കം ചെയ്ത് വെള്ളമൊഴുക്ക് സുഗമമാക്കിയത്. മാപ്രാണം വാതിൽമാടത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന 3 കുടുംബങ്ങൾക്ക് സർക്കാർ അനുവദിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ആധാരം കൈമാറി. ഭൂമി വാങ്ങുന്നതിന് സർക്കാർ 10 ലക്ഷം രൂപ വീതം അനുവദിച്ചെങ്കിലും ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്താൻ പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ CPIM പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയാണ് 3 കുടുംബങ്ങളുടെ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ചെലവ് വഹിച്ചത്. CPIM പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം KK അജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ കുടുംബങ്ങൾക്ക് രേഖകൾ കൈമാറി. CPIM ഏരിയ കമ്മിറ്റി അംഗം MV രാജു മാസ്റ്റർ ആശംസകൾ നേർന്നു. മുനിസിപ്പൽ കൗൺസിലർ ലേഖ ഷാജൻ സ്വാഗതവും PA അനീഷ് നന്ദിയും പറഞ്ഞു. ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാ കാലത്തും അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമാണ് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിൽ, മനുഷ്യരുടെ നിത്യജീവിതത്തിൽ അവർക്ക് തണലാകുന്ന തരത്തിൽ, കുളിരാകുന്ന തരത്തിൽ ഇടപെടുക എന്നുള്ളതാണ് CPM-ൻ്റെ രാഷ്ട്രീയ നയം. ആ നിലയിലാണ് ദുരിതബാധിത മേഖലയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ എന്ന നിലയിൽ കേരളത്തിലെ 2ാം പിണറായി ഗവൺമെൻറ് താമസിക്കുന്നതിന് സ്ഥലവും വീടും നിർമ്മിക്കുന്നതിനാവശ്യമായി 10 ലക്ഷം രൂപ നൽകുന്നത്. എന്നാൽ ഈ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടമായ പണം ഒരു കുടുംബത്തിന് 1.5 ലക്ഷം രൂപയാണ് എന്നിരിക്കെ
ആ രൂപയും കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽപ്പെട്ടവരായിരുന്നില്ല ഈ 3 കുടുംബങ്ങളും എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ മുമ്പിൽ വരികയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഖ്യ പൂർണ്ണമായും 1.5 ലക്ഷം രൂപ ഈ നാട്ടിലെ സുമനസ്സുകളിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ കുടുംബങ്ങൾക്ക് കൈമാറുക എന്ന വളരെ മികച്ച ഉത്തരവാദിത്തമാണ് CPIM പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ദിവസം ഈ കാര്യം പറയുമ്പോൾ ഈ സന്തോഷകരമായ നിമിഷത്തിൽ തീർച്ചയായും ഉണ്ടാകേണ്ടിരുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികൾ ഇല്ലാതെ പോയി എന്നതിൽ ദുഃഖവും ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത്, അതായത് നല്ല നിലയിൽ അവസാനിപ്പിച്ചത് പ്രിയപ്പെട്ട പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം രാജു മാഷുടെയും കൗൺസിലർ സഖാവ് ലേഖ ഷാജിൻ്റെയും നേതൃത്വത്തിലാണ്. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി നിർവഹിച്ചു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് PV ശിവകുമാർ, മുനിസിപ്പൽ കൗൺസിലർ ജോസഫ് ചാക്കോ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഷാജൻ ചക്കാലയ്ക്കൽ, ജനറൽ കൺവീനർ സൈഗൺ തയ്യിൽ, സെക്രട്ടറി ലൈജു വർഗീസ്, ട്രഷറർ ബിബിൻ TR എന്നിവർ പ്രസംഗിച്ചു. 150-ൽ പരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വലിയ ഓഫറുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തിത്വങ്ങളെ തീർച്ചയായിട്ടും പഠിപ്പിലേക്ക് കൈത്താങ്ങാവാൻ തയ്യാറാണെന്ന് തുറന്നു പറയുകയും ഇതുപോലുള്ള അവസരങ്ങളിൽ പുസ്തകങ്ങളും പഴയും അതുപോലെ മറ്റോ ഓരോ ഒക്കേഷനിലും ഓരോ വിധത്തിലുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇരിങ്ങാലക്കുടയിൽ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി ലെജൻഡ്സിന്റെ പ്രവർത്തനം ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവരുടെ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ 20ഓളം മെമ്പർമാരിൽ നിന്ന് ആ ചുരുക്കൊള്ളുന്ന പണം കൊണ്ടാണ് ഇവർ ഇത്രയധികം കാര്യങ്ങൾ ഈ നമ്മുടെ നാടിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ക്ലബുകൾക്കും അതുപോലെ പ്രദേശത്തുള്ള ഇതുപോലെ പ്രവർത്തിക്കുന്നവർക്കും മാതൃകയാക്കി മുന്നോട്ട് വരാൻ ഒരു അവസരം കൂടിയാണ് ലെജൻഡ്സ് നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും ഇതിനെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇത് വാങ്ങിച്ചുകൊണ്ട് ഇവരുടെ പഠന നിലവാരത്തിനും കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരുവാനുള്ള ആ ഒരു സംവിധാനം രക്ഷിതാക്കളും ഇവിടെ കുട്ടികളും അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ വേദിയിൽ പ്രത്യേകം പറയാനുള്ളത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.